അസ്സലാമു അലൈക്കും. പിറ്റേന്ന് ഫാസില രാവിലെ തിരിച്ചു പോകാനൊക്കെ ഒരുങ്ങിയെങ്കിലും ആലിയെ സമ്മതിച്ചില്ല. പോകല്ലേ ഇത്താന്ന് പറഞ്ഞ് ഒരേ പിടിയായിരുന്നു. അവസാനം ഫൈസിയും വാപ്പായും കൂടി പറഞ്ഞതോടെ 2 ദിവസം കൂടി നിൽക്കാമെന്ന് ഫാസില സമ്മതിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, അവിടെ റഫീഖിൻ്റെ ഉമ്മാക്ക് സുഖമില്ലാത്തതാണ്. ഫാസില ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യം വലിയ കഷ്ടമാണ്. സാരല്ല, 2 ദിവസത്തേക്ക് റഫീഖിൻ്റെ സഹോദരി വന്നു നിന്നേക്കാമെന്ന് പറഞ്ഞു. അതോടെ ഫാസിലാക്കും സമാധാനം, ആലിക്കും സന്തോഷമായി. ഇവിടെ നിന്നും ഫാസില പോയാൽ പിന്നെ ഈ വീട്ടിൽ ആരുമില്ല ഒന്ന് മിണ്ടാനും പറയാനും. കുട്ടികൾ പരസ്പരം ഇതുവരെ അവളോട് മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല. ഐഷുമോള് മാത്രം നോക്കി ചിരിക്കും. ആലി എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും. പതിയെ പതിയെ എല്ലാം ശരിയാകുമെന്ന് അവളെ ഫാസില സമാധാനിപ്പിക്കും. രാവിലത്തെ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞു. മിസ്രി സ്കൂളിൽ പോകാത്തത് കൊണ്ട് തങ്ങളും പോകില്ലെന്ന് 3 ആളും വാശി പിടിച്ചു നിന്നു. മിസ്രിയ മോളെ കൂടി ഇനി അവരുടെ സ്കൂളിൽ ചേർക്കണം. അവൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് TC ഒക്കെ വാങ്ങിക്കാൻ ഒരു ദിവസം പോകാമെന്ന് ഫാസില പറഞ്ഞു. ഒരു കവറിനുള്ളിൽ നിന്നും ഫാസില എന്തൊക്കെയോ തപ്പിയെടുക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ആലിയ. ഗസ്റ്റ് റൂമിലായിരുന്നവർ. കുറേയേറെ ആൽബം കയ്യിൽ പിടിച്ചുകൊണ്ട് ഫാസില ആലിക്ക് അടുത്തേക്കിരുന്നു. ഇന്നാടി നോക്ക്. ഒരു ആൽബം ആലിയുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഫാസിലയും അവൾക്കരികിലിരുന്നു. ആലി അതിൻ്റെ ഓരോ പേജുകളായി മറിച്ചു നോക്കി. ഫൈസിയുടെ മക്കളുടെ കുഞ്ഞിലെ മുതലുള്ള ഫോട്ടോസാണ്. 3 ആളും എന്തൊരു ഭംഗിയായിരുന്നു എന്നവൾ അതിശയത്തോടെ ഓർത്തു. മറ്റൊരു ആൽബം കയ്യിലെടുത്തവൾ തുറന്നു നോക്കിയതും അതിൽ ആദ്യത്തെ ഫോട്ടോ ഫൈസിയും 2 മക്കളും സെഫീനയും കൂടി നിൽക്കുന്നതാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് സെഫീനയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അവൾ ആദ്യമായിട്ടാണ് ഫോട്ടോയെങ്കിലും സെഫീനയെ കാണുന്നത്. അതുവരെ കുട്ടികളുടെ ഫോട്ടോ അതീവ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആലിയുടെ ഉള്ളിലൊരു ആടൽ പോലെ. സെഫീനക്കൊപ്പം ചിരിയോടെ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഫൈസിയെ അവൾ ഇങ്ങനെ നോക്കിയിരുന്നത്. 2 ആളും നല്ല ചേർച്ചയാണ്. സെഫീന കാണാൻ സുന്ദരിയാണെന്ന് ഓർത്തവൾ. വെളുത്ത നിറത്ത് തുടുത്ത മുഖവും വലിയ കണ്ണുകളും അല്പം തടിയൊക്കെയുള്ളൊരു ശരീരം. ഫൈസിക്കൊപ്പം നിൽക്കുന്ന സെഫീനയെ കാണുന്തോറും ആലിക്ക് ഉള്ളിലൊരു കുഞ്ഞു നോവ് ഉടലെടുത്തു. എന്തിനെന്നറിയാതെ അവളുടെ മിഴികൾ ഇരുവരിലൂടെയും പിന്നെയും ഓടി നടന്നു. സന്തോഷത്തോടെയാണ് ഇരുവരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 ആളുടെ കയ്യിലും മക്കളുമുണ്ട്. അവർ എത്ര സന്തോഷത്തോടെ ജീവിച്ചതാണെന്ന് ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്നാ മനുഷ്യൻ്റെ അവസ്ഥ. ഈ കാണുന്ന ഫോട്ടോയിലുള്ള വ്യക്തിയും താൻ നേരിട്ട് കണ്ട ആളും തമ്മിൽ എന്തോരം അകലമുണ്ട്. തെളിഞ്ഞ നീലാകാശം പോലെയാണ് മുഖം. കുടുംബത്തിനൊപ്പം മക്കൾക്കൊപ്പം നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഫോട്ടോയിൽ നിന്നും ഇന്നീ കാണുന്ന മനുഷ്യൻ കാറും കോളും നിറഞ്ഞ ഇരുണ്ടും മൂടിയ ആകാശം പോലെയാണ്. എത്ര പെയ്തു തോന്നിട്ടും ഇനിയും വിട്ടുമാറാത്ത കറുത്ത മേഘപ്പാടുകൾ പിന്നെയും നിറഞ്ഞു നിൽക്കുന്ന മുഖം. നിരാശ മുറ്റിയ മുഖം. തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാത്ത ഫൈസിയെ അവൾ വെറുതെ ഒന്നോർത്തുപോയി. ഇപ്പോഴും ഇവരെ സ്നേഹിക്കുന്നുണ്ടാകുമോ? മറക്കാൻ കഴിയില്ല ഇനി ഒരിക്കലും. എന്തൊക്കെയോ അറിയാതെ താൻ ചിന്തിച്ചു പോകുന്നതെന്ന് ഓർത്തവൾ വെപ്രാളം പൂണ്ടു. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തനിക്കെന്താ? പെട്ടെന്ന് മറുത്ത് ചിന്തിച്ചവൾ. ഇത്രയേറെ സ്നേഹത്തിൽ ജീവിച്ചിട്ട് പിന്നെ എന്തിനാണവർ ഇവിടെ നിന്നും പോയത്? ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആലിയെ ഓർത്തുപോയി. ഹോ, ഈ നാശം പിടിച്ചവളെ ഫോട്ടോ ഇനിയുണ്ടോ? ആലിയെ കണ്ണെടുക്കാതെ ഇരുവരെയും മാറി മാറി നോക്കിയിരിക്കുമ്പോഴാണ് മറ്റൊരു ആൽബത്തിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ഫാസില ആലിയോട് എന്തോ കാണിച്ചു കൊടുക്കാനായി ഒരുങ്ങുമ്പോൾ സെഫീനയുടെ ഫോട്ടോ കാണുന്നത്. സെഫീനയുടെ ഫോട്ടോ കണ്ടതും അടിമുടി വിറഞ്ഞു കയറി ഫാസിലാക്ക്. അവളുടെ വാക്കുകളിൽ വെറുപ്പ് നിറഞ്ഞു. ആലിയുടെ കയ്യിൽ നിന്നും ആൽബം വാങ്ങിയെടുത്ത് ആ ഫോട്ടോ അതിൽ നിന്നും വലിച്ചു കീറി എടുത്തവൾ. വിവാഹാൽബം ഉൾപ്പെടെ ബാക്കിയൊക്കെ കത്തിച്ചു കളഞ്ഞതാണ്. ഇതുപോലെ ചിലരൊക്കെ മറ്റുള്ള ആൽബങ്ങളിൽ ഇനിയും ഉണ്ടാവും. ഇവളെ ഫോട്ടോ കണ്ടാൽ മതി, അന്നത്തെ ദിവസം പോകും. ദേഷ്യത്തോടെ പിറുപുറത്തുകൊണ്ട് ആ ഫോട്ടോയുമായി ഫാസില പുറത്തേക്ക് പോകുമ്പോൾ ആലിയുടെ മനസ്സ് നിറയെ ആ ഫോട്ടോയിലുള്ള ഫൈസിയുടെയും സെഫീനയുടെയും മുഖമായിരുന്നു. അവൾക്ക് പെട്ടെന്ന് കണ്ണു നിറഞ്ഞു. ഉള്ളിലൊരു സങ്കടം വന്ന് മൂടുന്നത് പോലെ. ഫൈസിയെ മറ്റൊരാൾക്കൊപ്പം ചിരിച്ച് സന്തോഷത്തോടെ കണ്ടതുകൊണ്ടോ അതോ തന്നോട് ഇതുവരെയും സ്നേഹത്തോടെ ഒരു വാക്കുപോലും സംസാരിക്കാത്തത് കൊണ്ടോ ചിരിക്കാത്തത് കൊണ്ടോ എന്തിനാണ് ഞാനിപ്പോൾ സങ്കടപ്പെട്ടതെന്ന് അതിശയത്തോടെ ഓർത്തവൾ. ഞാനതിനെ ആ മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങിയോ? ഇനി ഒരു പുരുഷനെ സ്നേഹിക്കാനുള്ള കരുളുറപ്പ് തനിക്കുണ്ടോ? അല്ല, അതിനുള്ള യോഗ്യത തനിക്കുണ്ടോ? അതോർക്കവേ ഉള്ളിലൊരു നീറ്റിൽ പടർന്നവൾക്ക് ഈ മനുഷ്യനോട് തോന്നുന്നത് സ്നേഹമോ അതോ സഹതാപമോ? എൻ്റെ റബ്ബേ, എനിക്കിത് എന്തിൻ്റെ കേടാ? എന്തൊക്കെയാ പഠിച്ചവനെ ഞാൻ ഈ ചിന്തിച്ചു കൂട്ടുന്നത്?
എന്ന് ഓർത്തുകൊണ്ടവൾ അവിടെ നിന്നും വേഗം പുറത്തേക്ക് എണീറ്റുപോയി. ഉച്ചയ്ക്ക് ഫൈസി പള്ളിയിൽ നിന്ന് വന്നപ്പോഴാണ് വീട്ടിൽ വന്ന് വിരുന്നുകാരെ കണ്ടു ഞെട്ടിയത്. മറ്റാരുമല്ല, ആലിയുടെ വാപ്പായും മാമായും ഭാര്യയും മക്കളുമൊക്കെയാണ്. ആരും വരുമെന്ന് ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. ഫൈസി വരുമ്പോൾ അവരൊക്കെ വന്നു കയറിയിട്ട് കുറച്ച് സമയം ആയതേ ഉള്ളെന്ന് പറഞ്ഞു. ഫാസിലയും ആലിയും എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുത്തു. അവരോടൊക്കെ കുറച്ച് സമയം സംസാരിച്ച ശേഷമാണ് അവർക്ക് കൂടി കഴിക്കാനുള്ള ആഹാരം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ഫാസിലയുടെ അടുത്ത് പറഞ്ഞ ശേഷം പുറത്തേക്ക് പോയവൻ. ഉച്ചയ്ക്ക് വീട്ടിലുള്ളവർക്ക് മാത്രമേ ആഹാരം കരുതിയിരുന്നുള്ളൂ. അത് മറ്റുള്ളവർക്കും കൂടി തികയില്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് ഫൈസി വിരുന്നുകാർക്കായി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു പോയത്. ഫാസിത്ത, അവിടെ വന്നിട്ട് വാ തുറന്ന് സംസാരിക്കോ. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആഹാരമൊക്കെ കഴിച്ചത്. അതിനുശേഷം ഓരോരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് എല്ലാവരും ലിവിങ് ഏരിയയിൽ ഇരിക്കുകയാണ്. ഫൈസിയും മാമായും ആലിയുടെ വാപ്പായും എന്തൊക്കെയോ സംസാരത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് റജിനയുടെ ചോദ്യം കേട്ടത്. ആലിയയുടെ മാമയുടെ മോള് ചോദിച്ചത് ഫാസിലൊന്ന് ചിരിച്ചു. എവിടെ? ഞാൻ അവല് സുബീക്കോളോട് സംസാരിക്കാൻ തുടങ്ങിയതാണ്. അവളെല്ലാം ഒരു ചിരിയോടെ കേട്ട് കൂടെ നടക്കും, അല്ലെങ്കിൽ ഒന്ന് മൂളി കേൾക്കും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അവൾ കാര്യം ചോദിക്കാൻ വാ തുറക്കും. ഫാസില ചിരിയോടെ പറയുമ്പോൾ എല്ലാവരും ആലിയുടെ മുഖത്തേക്ക് നോക്കി. ഫാസിലയുടെ പുറകിൽ മറഞ്ഞിരിക്കുന്നവളെ നോക്കി എല്ലാവരും ചിരിക്കുമ്പോൾ ഫൈസിയുടെ നോട്ടവും അവളുടെ മുഖത്തേക്ക് എത്തിപ്പോയി. അവളെ ചെറുപ്പം മുതലേ അങ്ങനെയാ മോളെ. എൻ്റെ പെങ്ങളും അളയനും വെറും പാവങ്ങളാണ്. രണ്ടാൾക്കും വലിയ സംസാരങ്ങളും ബഹളങ്ങളും ഒന്നുമില്ല. എൻ്റെ ആലിമോളും അതുപോലെ തന്നെയാണ് വളർന്നത്. പക്ഷേ അതിനു വേണ്ടി ഈ കാന്താരി ഉണ്ടല്ലോ സംസാരിക്കാനായിട്ട്. ചമ്മലോടെ ഇരിക്കുന്ന ആലിയെ നോക്കി അവളുടെ മാമ സ്നേഹത്തോടെ പറഞ്ഞു. ഒടുവിൽ മിസ്രി മോളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അവളൊരു നാണം നിറഞ്ഞ ചിരിയോടെ ആളുടെ വശം ചേർന്ന് നിന്നു. ഇവളിങ്ങ് വന്നപ്പോൾ അവിടെ ആളില്ലാതായി. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി വന്നിരുന്ന് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അവളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇവിടെ ആളൊക്കെ ആയോ? ആരോടാ എൻ്റെ മിസ്രിയ മോള് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്? അദ്ദേഹം അവളുടെ കവിളിലൊന്ന് തട്ടി. അതീവ വാത്സല്യത്തോടെ ചോദിക്കുമ്പോൾ അവൾ കൈനീട്ടി ഐഷുവിനെ കാണിച്ചു കൊടുത്തു. ആഹാ, അപ്പം നിങ്ങളാണോ കൂട്ട്? ഫൈസിയുടെ അടുത്തിരിക്കുന്ന 3 മക്കളെ നോക്കിയിട്ട് ഐഷുവിനെ അടുത്തേക്ക് കൈനീട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഫൈസിയുടെ അടുത്തു നിന്നും ഐഷുമോൾ എണീച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോഴാണ് ഐഷുമോളും മിസ്രിമോളും തമ്മിലുള്ള വ്യത്യാസം ഫൈസിയുടെ കണ്ണുകളിൽ പതിഞ്ഞത്. വെളുത്ത് തുടുത്ത് സുന്ദരിയായി മിസ്രിമോൾ. അവൾ ഒരു രാജകുമാരിയെ പോലെ തോന്നിച്ചു, സന്തോഷം നിറഞ്ഞ മുഖവും. പക്ഷെ തൻ്റെ ഐഷുമോളെ കണ്ടാൽ ഏതോ രോഗം ബാധിച്ചതുപോലെ തോന്നും. വിളറി വെളുത്ത് കൊല്ലുന്നതിനെ ഒരു പേക്കോലമായി തൻ്റെ ഐഷുമോളു. അവൾ മാത്രമല്ല, തൻ്റെ 2 മറ്റു മക്കളും അങ്ങനെ തന്നെയാണ്. ഇത്ര നാളും താൻ അവർക്ക് ആഹാരം കൊടുത്തു. പക്ഷെ അവരുടെ രൂപം കണ്ടാലോ, എല്ലും തോലും പോലെ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഉമ്മയില്ലാതെ അവരാകെ ക്ഷീണിച്ചു പോയി. ഉമ്മ സുഖജീവിതം തേടിപ്പോയപ്പോൾ മക്കൾ അസ്ഥികൂടമായി. ഞാനും അവരെ വേണ്ട വിധം ശ്രദ്ധിച്ചില്ല. നല്ല രീതിയിൽ ആഹാരം കൊടുത്തില്ല. അല്ലെങ്കിൽ അവരത് കഴിക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിച്ചില്ല. പക്ഷെ വാപ്പയുടെ സ്ഥാനത്ത് അത് ഉമ്മയായിരുന്നെങ്കിൽ മറ്റെന്ത് ചെയ്തെങ്കിലും മക്കളുടെ വയറ് നിറക്കുമായിരുന്നു. അവരുടെ ആരോഗ്യം സംരക്ഷിക്കുമായിരുന്നു. ആലി അവളുടെ മോളെ നോക്കിയ പോലെ. ഇത്രയേറെ തൻ്റെ മക്കൾ കോലം കെട്ടുപോയ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഫൈസിയുടെ ഉള്ളിൽ വീണ്ടും നിരാശയും വേദനയും നിറഞ്ഞു. പാവം എൻ്റെ മക്കൾ, ഞാൻ അവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അവനുള്ളിൽ ഒരു കുറ്റപ്പെടുത്തൽ നിറഞ്ഞു വന്നു. പിന്നെയും ഏറെ നേരം അവരെവിടെ ഉണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് അവർ കൊണ്ടുവന്ന ഡ്രസ്സുകളും മറ്റു സമ്മാനങ്ങളുമൊക്കെ ആലിയക്കും ഫൈസിക്കും മക്കൾക്കും എല്ലാം കൊടുത്ത ശേഷമാണ് പോയത്. അന്ന് രാത്രി ബന്ധുവീടുകളിൽ ഒരിടത്തേക്ക് ഫൈസിയെ ഫാസില നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയതാണ്. ഫൈസിയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്കാണ് അവർ പോയത്. ഫൈസിയുടെ വാപ്പയും മക്കളും ആലിയും എല്ലാവരുമുണ്ട്. ഫാസില പോകും മുന്നേ കുറച്ച് ബന്ധുക്കളെയെങ്കിലും ആലിക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് അവർ വന്നത്. രാത്രി അവിടെ നിന്നുമാണ് അവർ ഫുഡ് കഴിച്ചത്. എന്തായാലും ഫൈസിയുടെ ഭാഗ്യം അല്ലേ ഫാസിമോളെ? കാണാൻ സുന്ദരി, അതിൻ്റെ ചിരി കണ്ടാൽ തന്നെ മനസ്സിനറിയാം. മുൻപൊരു വിവാഹം കഴിഞ്ഞതാണെന്നോ ഒരു മോളുണ്ടെന്നോ ഒന്നും പറയില്ല ആലിയെ കണ്ടാൽ. ഞങ്ങളുടെ ഫൈസിമോൻ്റെ മനസ്സിൻ്റെ പുണ്യം കൊണ്ടാണ് ഇതുപോലൊരു കൊച്ചിനെ കിട്ടിയത്. എല്ലാം ഇട്ടറിഞ്ഞു പോയവൾ എന്തെങ്കിലും തിരിച്ചു വന്ന് ഇവളെ കണ്ടാൽ ചങ്ക് പൊട്ടിച്ചാവും. നീ നോക്കിക്കോ ഫൈസി. ഫാസിലയുടെ വല്യമ്മ ഒരുപാട് സന്തോഷത്തോടെ പറയുമ്പോൾ
അവർക്ക് തൊട്ടരികിൽ നിന്ന ഫൈസിയെ നോക്കി അഭിമാനത്തോടെ പുരികം പൊക്കി കാണിച്ചു ഫാസില. കണ്ടോ, എൻ്റെ സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായത് കണ്ടോ എന്നവൾ ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു. പീച്ച് കളർ സൽവാറും ഗോൾഡൻ കളർ ഹിജാബും ധരിച്ച് മക്കളുടെ കൂടെ ഇരിക്കുന്ന ആലിയയെ ഫൈസി ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നിമിഷം തന്നെ ആലിയുടെ നോട്ടവും അവിടേക്ക് വന്നു. രണ്ടാളുടെയും കണ്ണുകൾ തമ്മിലൊന്നിടിഞ്ഞു. ആലി വിറയിലൂടെ കണ്ണുകൾ താഴ്ത്തുമ്പോൾ ഫൈസി അവളുടെ ഹിജാബിനുള്ളിൽ കാണുന്ന ആ കുഞ്ഞു മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. പിന്നെ തൻ്റെ സ്നേഹത്തേക്ക് സ്വയം ഒന്ന് നോക്കി ഫൈസി. പിന്നീട് അരികിൽ നിൽക്കുന്ന ഫാസിലയുടെ നേർക്ക് രൂക്ഷമായൊരു നോട്ടം നോക്കിയവൻ. എന്തിനാ ഇക്കാക്ക് ഇങ്ങനെ നോക്കി പീഡിപ്പിക്കുന്നേ? ആലിയെ നോക്കി സന്തോഷത്തോടെ നിന്നവൾ അവൻ്റെ ആ നോട്ടത്തിന് കാരണമെന്നറിയാതെ കണ്ണു കുറിപ്പിച്ചു. കണ്ണും മൂക്കും ഒന്നും ഇല്ലായിരുന്നോ? ഇവളെ കണ്ടിട്ട് ഇനി ഇതിൻ്റെ മോളാണെന്ന് ആരെങ്കിലും ചോദിക്കട്ടെ, അപ്പോൾ നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഫൈസിയുടെ ശബ്ദം കലിപൂണ്ടു. ഫൈസിയുടെ നെഞ്ചോരം മാത്രമേ ആലിക്ക് പൊക്കമുള്ളൂ, വണ്ണവും കുറവ്. ഒരു +2കാരി പെണ്ണിനെ പോലെ തോന്നിക്കും അവളെ കണ്ടാൽ. ഫൈസിയോ 6 അടിയിൽ കൂടുതൽ പൊക്കവും അതിനൊപ്പം തടിയുമുള്ളവൻ. അവൻ്റെ കട്ടത്താടിയും മീശയുമൊക്കെ ആവുമ്പോൾ രണ്ടാളും തമ്മിൽ നല്ല പോലെ അന്തരമുണ്ട്. ആലിയയെ കണ്ടാൽ അവൻ്റെ സഹോദരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയൂ. ഫൈസി ഇപ്പോഴാണ് ശരിക്കും ആലിയയെ കാണുന്നത്, നോക്കുന്നത്. ഇനി ഈ കാര്യവും പറഞ്ഞ് ആരെങ്കിലും കളിയാക്കുമോ എന്ന് അവനൊരു ജാള്യത തോന്നിപ്പോയി. അയ്യടാ, അത്രയൊക്കെ ആലോചിച്ച് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ആരും അങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ ഇക്കാക്കൊക്കെ കണ്ടില്ലായിരുന്നോ കാണാൻ പോയപ്പോൾ? അന്നേ കാണാൻ പോയപ്പോൾ നന്നായി നോക്കി ഇഷ്ടപ്പെട്ടോ, തനിക്ക് ചേരുമോ ഇല്ലോ എന്ന് ഒക്കെ നോക്കി തീരുമാനിക്കണമായിരുന്നു. അല്ലാതെ കളഞ്ഞിട്ട് പോയവളെ ഓർമ്മിച്ചിട്ട് തൂണിൽ ചാരി നിൽക്കാനേ അല്ല ഞാൻ അന്ന് പെണ്ണ് കാണാൻ കൊണ്ടുപോയത്. ഓ, എന്നിട്ടിപ്പോൾ എനിക്കാ കുറ്റം. ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടും പറയുന്നത് കേട്ടില്ലേ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ചെയ്താലേ ദാ ഇതേപോലെ ഇരിക്കും. ഇക്കാക്കയാണ് പോലും ഒരു ഇക്കാക്ക. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൾ മുഖം വിട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഫൈസി ആ പോക്ക് നോക്കി നിന്നു. അപ്പോഴേക്കും ആലിയും അവിടെ നിന്ന് പോയിരുന്നു. ഫൈസിയുടെ മുന്നിൽ നിന്നും പരമാവധി അവളെപ്പോഴും ഒഴിഞ്ഞു മാറി നിൽക്കാറാണ് പതിവ്. അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സമയം 11 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. മക്കളെല്ലാം തലേ ദിവസം കിടന്നത് പോലെ തന്നെ ഫാസിലയുടെ കൂടെ കിടക്കാൻ പോയി. പൊടിമാൻ ഫൈസിയുടെ അടുത്തേക്കും. ആലിയെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് നേരം ഹാളിൽ തന്നെ ഇരുന്നു. അവൾക്ക് ഫൈസിയുടെ റൂമിലേക്ക് കയറാൻ വയ്യ. പല പ്രാവശ്യം ഡോറിൻ്റെ അരികിൽ വന്ന് ചെന്നെങ്കിലും പിന്നെ തിരിഞ്ഞു വന്ന് ഹാളിലിട്ടിരിക്കുന്ന സെറ്റിയിലേക്ക് ഇരിക്കും. ആകെപ്പാടെ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. അവളെ പൊതിഞ്ഞു നിൽക്കുന്ന വെപ്രാളം, പേടി, നാണക്കേട്, അങ്ങനെ എന്തൊക്കെയോ തോന്നലുകൾ. ഫാസിലയിടയ്ക്ക് റൂം തുറന്ന് തല മാത്രം ഇട്ട് നോക്കിയപ്പോൾ കണ്ടു ഹാളിൽ ഇരിക്കുന്നവളെ. പക്ഷെ ഒന്നും മിണ്ടാൻ പോയില്ല. കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നിട്ട് അവൾ തന്നെ റൂമിലേക്ക് പോയിക്കോട്ടെ എന്ന് കരുതി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഉള്ളാലെ പറഞ്ഞുകൊണ്ടവൾ ചിരിയോടെ വളരെ പതിയെ ഡോറടച്ചു. ആലി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച ശേഷം വീണ്ടും ഫൈസിയുടെ റൂമിൻ്റെ അരികിൽ വന്നു. നെഞ്ചിൽ കൈവച്ചവൾ അല്പം ധൈര്യം തരണമേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആത്മവിശ്വാസം കണ്ടെത്തിയിട്ടും അവൾക്ക് ആ റൂമിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറാനുള്ള ധൈര്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേസമയം റൂമിനുള്ളിൽ ഫൈസിയും അവളെ കാണാതെ അങ്ങനെ നോക്കിക്കിടന്നു. എവിടെ പോയി? ഇനി കഴിഞ്ഞ ദിവസം എങ്ങാനും ഇരുന്ന പോലെ കിച്ചണിലെങ്ങാനും ചെന്നിരിക്കുകയാണോ? അവനുള്ളം അവളെ തിരിഞ്ഞു. ഫൈസി വന്ന് ഫ്രഷായ ശേഷം മോനെയും കൊണ്ട് ബെഡിൽ കിടക്കുകയാണ്. വന്ന് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടും ആലിയെ കാണാത്തത് കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കണമെന്ന് അവനുള്ളിൽ ആഗ്രഹം ഉടലെടുക്കുന്നുണ്ടെങ്കിലും എന്തോ അതിന് മുതിരാതെ അവളെയും പ്രതീക്ഷിച്ചവൻ അങ്ങനെ കിടന്നു. ഇടയ്ക്ക് ഫൈസി തലമെല്ലെ ചിരിച്ച് ഡോറിൻ്റെ നേർക്ക് നോക്കും. ഫൈസി നോക്കുന്നതിനനുസരിച്ച് പൊടിമോനും അങ്ങോട്ട് നോക്കും. ഞാൻ പോയി നോക്കട്ടെ വാപ്പിച്ചി ചോദിച്ചു കൊണ്ടവൻ ഫൈസിയുടെ അടുത്ത് നിന്ന് ചാടി എണീക്കുമ്പോഴാണ് ഇത്രയും നേരം അവനും തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു എന്നൊരു ചിന്ത ഫൈസിക്കുണ്ടായത്. ഫൈസി തലയെന്ന് തുടർന്നു. മോനോട് മറുപടി ഒന്നും പറയാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പേ അവൻ എണീറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ഡോർ വലിച്ച് തുറന്നവൻ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവിടെ വന്ന് നിൽക്കുന്ന ആലിയയാണ്. വാപ്പച്ചി ഇവിടെ ഉണ്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടവൻ ഫൈസിയുടെ അടുത്തേക്ക് ഓടുമ്പോൾ ആലി കാറ്റുപോയ ബലൂൺ പോലെ ആവിയായി പോയിരുന്ന നിമിഷം മോൻ്റെ ആ പറച്ചിൽ കേട്ടതും
ഫൈസി ഡോറിൻ്റെ നേർക്ക് നോക്കി. അവിടെ അവൾ നിൽക്കുന്നുണ്ട്. മുഖമൊന്നും കാണാനില്ലെങ്കിലും അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പൊടിമോൻ വീണ്ടും ഓടി വന്ന് ഫൈസിയുടെ അടുത്തേക്ക് കിടന്നു. ആലി പിന്നെ രണ്ടും കൽപ്പിച്ച് റൂമിനുള്ളിലേക്ക് കയറി. ആ റൂമിൽ കയറുമ്പോൾ ഫൈസിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാവാം അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിപ്പോവും. തൊണ്ട വരണ്ട് ഉണങ്ങും പോലെ. എന്തു ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങിപ്പോയവൾ. അവൾ അകത്തേക്ക് കയറിയതും ഫൈസി കണ്ണുകൾ ചേർത്തടച്ചു. ആലി ഇടങ്കണ്ണിട്ടത് നോക്കുന്നതിനും കണ്ടു, കണ്ണുകൾ അടച്ച് കിടക്കുന്നവനെ. ആ കാഴ്ച അവൾക്ക് എന്തെന്നില്ലാതൊരു ആശ്വാസം പകർന്നു. പിന്നെ അവളെ തന്നെ നോക്കിക്കിടക്കുന്ന പൊടിമോനെ നോക്കിയെന്ന് പുഞ്ചിരി തൂകി. അവൻ വേഗം നോട്ടം മാറ്റിക്കളഞ്ഞു. ഫൈസിയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെക്കുമ്പോൾ അവൾ ആ ചിരിയോടെ തന്നെ അവൾക്കിട്ട് മാറാനുള്ള ഡ്രസ്സുകളുമായി ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൻ്റെ ഡോറടയുന്ന ശബ്ദം കേട്ടതും ഫൈസി കണ്ണുകൾ തുറന്നു. പൊടിമോൻ അവനെ അങ്ങനെ നോക്കിക്കിടന്നു. ഫൈസിയുടെ കൈകൾ അവൻ്റെ കുഞ്ഞു ദേഹമാകെ തലോടി നടക്കുമ്പോൾ ആലി എപ്പോഴോ ഫ്രഷായി വന്നു. അവർക്കൊപ്പം ആ കട്ടിലിൻ്റെ ഒരറ്റത്തേക്ക് അവളും അവളുടെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഫൈസി ആ റൂമിലെ ലൈറ്റ് കെടുത്തി. അപ്പോൾ അവൻ ഇതുവരെ എന്നവൾക്ക് മനസ്സിലായി. കണ്ണുകൾ ഇറുകെ അടച്ച് കിടക്കുമ്പോഴും രണ്ടാക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തിനോ ആ നേരം ഫൈസിയോടൊന്നും മിണ്ടാൻ തോന്നിപ്പോയി ആലിക്ക്. ഫൈസിക്ക് അവളോടും. എങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. ഒരു നേരത്തെ ശ്വാസം പോലും ഇടകലർന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും അറിയാതെ ഉറങ്ങിപ്പോയി. വെളുപ്പിന് എപ്പോഴോ പൊടിമോൻ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ഉമ്മയെ വിളിച്ച് ഉറക്കിക്കരയാൻ തുടങ്ങി. സമയം 4 മണിയോട് അടുപ്പിച്ചായിട്ടുള്ളൂ. അവൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ആലിയ കണ്ണുകൾ വലിച്ചു തുറന്നത്. വേഗം എണീറ്റിരിക്കുമ്പോൾ കണ്ടത് ഫൈസിയെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ മുറുകെ അടിച്ച് കരയുന്ന പൊടിമോനെയാണ്. ഉമ്മ എന്നുള്ള അവൻ്റെ കരച്ചിൽ കേട്ടത് ആലിക്കും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. ഫൈസി അവനെ കുലുക്കി വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ കണ്ണുകൾ തുറക്കുന്നില്ല. ഇനി എന്തെങ്കിലും സ്വപ്നം കണ്ട് കരയുന്നതാണോ മോൻ? അവൻ്റെ ഉമ്മയെ സ്വപ്നം കണ്ടതാവുമോ? ആലി അങ്ങനെ ചിന്തിച്ചു പോയി. എന്താണെങ്കിലും ഉമ്മാനെ വിളിച്ചുള്ള കണ്ണുനീര് കാണുമ്പോൾ നെഞ്ചൊന്ന് കിടുങ്ങിപ്പോകുന്നു. പ്രായം ഇത്രയായെങ്കിലും തൻ്റെ മരിച്ചുപോയ ഉമ്മയെ ഓർക്കുമ്പോൾ തനിക്ക് ഇപ്പോഴും സങ്കടം വരും. ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ ഹൃദയം പിടക്കും, കണ്ണുകൾ എരിയും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം പറയാനുണ്ടോ? ഈ ചെറുപ്രായത്തിൽ അവൻ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടാവും അവൻ്റെ ഉമ്മയെ ഓർത്ത്. സ്വന്തം സുഖത്തിന് വേണ്ടി പിഞ്ചോമന മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീകളെ എത്ര ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളാണ്. അവർക്ക് നേരം സഫീനയോട് ദേഷ്യവും വെറുപ്പും തോന്നിപ്പോയി. എത്രയൊക്കെ ഫൈസി ഉറക്കാൻ ശ്രമിച്ചിട്ടും പൊടിമോൻ ഉറങ്ങിയില്ല. ഉമ്മാന്ന് വിളിച്ച് ഒരേ കരച്ചിലായിരുന്നു. ഒടുവിൽ ആല എഴുന്നേറ്റ് ഫൈസി കിടക്കുന്ന ബെഡിൽ ചെന്നെത്തുന്ന അവൻ്റെ കൈകളിൽ നിന്നും പൊടിമോനെ ചേർത്ത് വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവനെ അവളുടെ തോളിലിട്ട് പിറകിൽ തലോടിക്കൊണ്ട് ആ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവളുടെ ആ പ്രവൃത്തി തുടരവെ മെല്ലെ അവൻ്റെ കരച്ചിൽ നിന്നു. ഒഴുകിയിറങ്ങിയ കണ്ണുരുപ്പാടുകൾ മാത്രം ആ മുഖത്ത് തെളിഞ്ഞു നിന്നു. ഉമ്മയോളം കരുതലുള്ള കാരുണ്യമുള്ള അവളുടെ സമീപത്തിൽ അവൻ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. ഫൈസി കണ്ണിമ ചിമ്മാതെ അവളെ നോക്കിയിരുന്നു. പക്ഷെ അവളെപ്പോഴും അവളെ വിട്ടുപോയ പൊന്നുമ്മാൻ്റെ ഓർമ്മയിൽ ഉള്ളാലെ വിതുമ്പുകയായിരുന്നു. കാലമെത്തെ മാഞ്ഞു പോയാലും കെടാത്തൊരു മൺവിളക്കായി ഉമ്മ എന്ന ദീപം അവൾക്കുള്ളിൽ ഒരു കണ്ണീർപ്പാടായി തെളിഞ്ഞു നിന്നു. ആലിയ. ഒടുവിൽ എപ്പോഴോ ഫൈസി അവളെ പേരെടുത്ത് വിളിക്കുമ്പോൾ അവളൊരു നെട്ടലോടെ അവനെ നോക്കി. മോനുറങ്ങി, അവനെ ഇവിടെ കിടത്തിക്കോ. ഒരുപാട് നേരം കൊണ്ട് അവനെയും എടുത്ത് നടക്കുകയല്ലേ. അതും പറഞ്ഞുകൊണ്ടവൻ ബെഡിൽ നിന്നും എണീറ്റ് മാറിക്കൊടുത്തു. ആലിയ അവനെ ഒന്നുകൂടി നെഞ്ചിൽ അടക്കി പിടിച്ചു. അവൻ്റെ മുഖമാകെ വീണ്ടും മുത്തങ്ങൾ ചുരിഞ്ഞവൾ പിന്നെ പതിയെ അവനെ ബെഡിൽ കിടത്തി മാറുമ്പോൾ അവനവളുടെ ഷാളിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അത് കണ്ടവൾ അവനോട് ചേർന്ന് വന്ന കുഞ്ഞു കൈകളിൽ നിന്നും ഷാൾ വിടുവിച്ചെടുത്തു. അവളുടെ ഓരോ പ്രവൃത്തികളും സൂക്ഷ്മം നോക്കി നിന്നവൻ അവൾ മോൻ്റെ അടുത്തു നിന്നും തിരിയുന്നതിന് മുമ്പേ ബാൽക്കണിയുടെ നേരെ നടന്നിരുന്നു. ആലിയ തിരിഞ്ഞു നോക്കുമ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയ ശേഷം ഡോർ അടയ്ക്കുന്ന ഫൈസയാണ്. ഞാനും കൂടി റൂമിലുള്ളത് കൊണ്ടല്ലേ ഈ കട്ടിലിൽ മോൻ്റെ കൂടെ പോലും കിടക്കാതെ ബാൽക്കണിയിലേക്ക് ചേക്കേറുന്നത്. ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ? ഞാൻ ഈ റൂമിൽ കയറുന്നത് ഇഷ്ടമാകുന്നില്ലേ? ആലിയുടെ ഉള്ളമാകെ നോവ് നിറഞ്ഞു. അവൻ പോയ വഴിയെ നോക്കി നിന്നവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ എങ്ങോട്ടാ മാറിത്തരേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റൂമിൽ പോലും കിടക്കാൻ കഴിയാത്ത വിധം ഒരു വിലങ്ങുതടിയാവാൻ എനിക്ക് ആഗ്രഹമില്ല. അവനെ നോക്കി ചിന്തകളാൽ ഉയരുമ്പോൾ അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉണർന്നു. ആലി, ഇന്നലെ മോൻ ഒരുപാട് കരഞ്ഞു ആലി. രാവിലെ ചായക്കുടിയും കഴിഞ്ഞ് അടുക്കളയിൽ
ഉള്ള തിരക്കിലാണ് ആലിയും ഫാസിലയും. അപ്പോഴാണ് മോൻ ഇന്നലെ കരഞ്ഞ കാര്യം ആലിയ ഫാസിലയോട് പറഞ്ഞത്. ആ, ഒരുപാട് നേരം കരഞ്ഞു. പിന്നെ ഞാൻ എടുത്ത് കുറച്ച് നേരം കൊണ്ട് നടന്നപ്പോഴാണ് കരച്ചിൽ മാറി തുടങ്ങിയത്. പാവം, അവനൊരു ഉമ്മച്ചിക്കുട്ടിയായിരുന്നു ആലി. ആരൊക്കെയുണ്ടെങ്കിലും അവൻ എപ്പോഴും അവൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ തൂങ്ങിയാടിയാണ് നടന്നത്. മറ്റു 2 പേർക്കും ഇക്കാക്കാനോടാണ് പ്രിയം. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അവർ വന്ന് നിൽക്കും. പക്ഷേ ഈ മോൻ മാത്രമേ അവളെ വിട്ട് എങ്ങും പോകൂല. അവൻ ഉറങ്ങിയാലും ഉണർന്നാലും ഒക്കെ അവളെ വേണം. ഒരു നിമിഷം അവളെ കണ്ടില്ല എങ്കിൽ കരച്ചിലായിരുന്നു. പക്ഷേ അവൾ മക്കളെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പേ എന്ത് പറഞ്ഞിട്ടാണ് പൊടിമോനെയും അവളെ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവരെല്ലാം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി കാണും. പാവം, ഇവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ മക്കൾ ഒരു വിലങ്ങുതടി ആകാതിരിക്കാൻ അവൾ ആദ്യമേ കുട്ടികളെ മാറ്റി നിർത്തി. അവൾ വിട്ടുമാറാത്ത കുഞ്ഞാണ്. പെട്ടെന്ന് ഉമ്മയില്ലാതെ ആയതോടെ അവനൊരു പിടിവാശിക്കാരനായി. ഏത് സമയം ഉമ്മയെ വിളിച്ച് കരച്ചിലായിരുന്നു. രാത്രി ഉറക്കമില്ല. ഇപ്പോൾ അവൻ എന്തോരം മാറിയെന്നറിയോ ആലി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആദ്യത്തെ 5-6 മാസം ഞങ്ങൾ അവനെ എത്ര ബുദ്ധിമുട്ടിയാണ് അറിയോ കൊണ്ടു നടന്നത്. രാത്രിയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കും. ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിൽ വീണ്ടും ഉമ്മാന്ന് വിളിച്ച് ഒരു കരച്ചിലങ്ങ് തുടങ്ങിയ എൻ്റെ പൊന്നാലി. പിന്നെ അവനെ ശ്വാസം പിടിച്ചിട്ട് ഒരേ കരച്ചിലാണ്. പേടിച്ചിട്ട് എത്ര ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നു. ശ്വാസം പിടിച്ചങ്ങ് നിൽക്കും. അത് കാണുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വെപ്രാളാണ്. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടും. കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം ആലി. ആ കുഞ്ഞുങ്ങൾ ഇതൊക്കെ അനുഭവിക്കണമെന്ന് പഠിച്ചവന് മുന്നേ എഴുതിക്കാണും. അടുക്കളയിലെ ജോലി ഒതുക്കുന്നതിനിടയിൽ ഫാസില ഒരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. ഒരു പുരുഷനെ ഒരു സ്ത്രീ വെറുക്കാനുള്ള കാരണം എന്താണ് ആലിക്കറിയോ? നിന്റെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ നീ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും അനുഭവിച്ചു. എന്നിട്ടും നീ ഒരുപാട് സഹിച്ച ബന്ധത്തിൽ തുടർന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണോ? എൻ്റെ ഇക്കാക്ക അങ്ങനെയുള്ള യാതൊരുവിധ മോശം സ്വഭാവമുള്ള ഒരാളല്ല. അവളോടൊന്നും അനാവശ്യമായി ദേഷ്യപ്പെടാറില്ല. ഇന്ന് വരെ ഒന്ന് അടിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും അവളെ ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് നിനക്കറിയോ ആലി? എൻ്റെ ഇക്കാക്കല്ലാതെ അതൊന്നും ആരും ക്ഷമിച്ചു കൊടുക്കൂല. നീ ഈ വീട്ടിലെ മുറ്റത്ത് കിടക്കുന്ന കാറുകൾ കണ്ടോ? ഇന്നോയും ബുള്ളറ്റും താറും അടക്കം അവൾക്ക് വേണ്ടി വാങ്ങിയ സ്കൂട്ടി വരെയുണ്ട്. താർ വാങ്ങാൻ പോയപ്പോഴേ അന്ന് വലിയ പ്രോബ്ലമായി. ഫാസിൽ ഒരു ചിരിയോടെ തിരിഞ്ഞ് ആലിയെ നോക്കി പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ല ആലി, അവളുടെ കാര്യങ്ങളിലൊന്നും ഞങ്ങളെ അടുപ്പിക്കുന്നത് ഇഷ്ടമല്ലാന്ന്. അവൾ പോകുന്നതിന് കുറച്ച് മാസങ്ങൾ മുന്നെയാണ് അവർ ഈ താർ എടുക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ താറെടുക്കാൻ പോകുന്നതിന് അന്ന് നമ്മൾ മാത്രം മതി ഇക്കാന്ന് അവൾ ഇക്കാക്കാനോട് പറഞ്ഞു. ഇക്ക ഇത് സമ്മതിച്ചു. എന്നെ വിളിച്ചു പറഞ്ഞു അവർ വണ്ടി എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ. നമുക്ക് സന്തോഷമായിരുന്നു. എടുക്കട്ടെ എന്ന് ഞങ്ങളും കരുതി. പക്ഷേ അവളുടെ മനസ്സിൽ നമ്മൾ മാത്രം മതി ഇക്ക എന്ന് പറയുമ്പോൾ അവളും ഇക്കാക്കയും മക്കളും മാത്രം മതി എന്നാണ് ഉദ്ദേശിച്ചത്. വാപ്പയെ കൂടെ കൊണ്ടുപോയത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല. അവിടെ ചെന്നപ്പോൾ താക്കോല് കൈമാറിയതും വണ്ടി ആദ്യം എടുത്തതൊക്കെ എൻ്റെ വാപ്പായിരുന്നു. വാപ്പ ഡ്രൈവിംഗ് സീറ്റിലും ഇക്കാക്ക കോ ഡ്രൈവിംഗ് സീറ്റിലും അവളും മക്കളും പുറകിലും. അന്ന് ആ കാറിൽ നിന്ന് അവൾ ചാടിയില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്കും ബഹളായി. വാപ്പ കൂടെ പോയത് ഒന്നാമത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ കൂടെ വാപ്പ ഡ്രൈവ് ചെയ്തെന്നു. അവളെ പുറകിലിരുത്തിയതൊക്കെ അവൾക്ക് വല്ലാതെ ഇൻസൾട്ടായി. അവളെ അഭിമാനിച്ചെന്നും കളിയാക്കാൻ വേണ്ടിയാണ് അവളെ കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞ് വലിയ സംസാരങ്ങളായി. നമ്മൾ മാത്രം മതിയെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. ആ നമ്മളിൽ എൻ്റെ വാപ്പ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഇക്കാക്കക്ക് നമ്മളെന്ന് പറഞ്ഞപ്പോൾ അതിൽ വാപ്പയും പെടും. ആ വീട്ടിൽ താമസിക്കുന്നവരാണ് ആ ഒരു ആവശ്യത്തിനായി പോയത്. അതിൽ നിന്ന് വാപ്പയെ ഒഴിവാക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് ഇക്കാക്ക പറഞ്ഞത്. ആ വാക്കനുസരിച്ചാണ് ഈ വീട്ടിലുള്ളവർ മാത്രം പോയത്. എന്നിട്ട് അതും അവൾക്ക് പ്രശ്നം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആലി, ഇതൊക്കെ ഒരു പുരുഷനെ വെറുക്കാനുള്ള കാരണങ്ങളാണോ? ആ പ്രശ്നത്തിന് ശേഷം അവൾ മക്കളെയും കൊണ്ട് 10-20 ദിവസത്തോളം അവളെ വീട്ടിൽ പോയി നിന്നു. ഇക്കാക്ക് വിളിക്കാനൊന്നും പോയില്ല. അവൾ താനെ തിരിച്ചു വന്നു. പക്ഷേ ആ സംഭവത്തോടെ പിന്നെ ഒരിക്കലും എൻ്റെ വാപ്പ അവരുടെ കൂടെ ആ വണ്ടിയിൽ ഒരു സ്ഥലത്തും പോയിട്ടില്ല. വാപ്പായെ ചൊല്ലിയുള്ള തർക്കം ആ മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയായിരുന്നു. എൻ്റെ ഇക്കാക്ക അന്നൊരുപാട് സങ്കടപ്പെട്ടിടി. അവളുടെ സ്വഭാവം ഓർത്ത്. ഒരു പെണ്ണിന് എന്തുമാത്രം അഹങ്കാരം കാണിക്കാമോ? അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവല് അവൾ ഈ വീട്ടിൽ അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അവളെവിടെ? തല മറന്ന് എണ്ണ തേച്ചതിന് പഠിച്ചവൻ കൊടുത്ത തിരിച്ചടിയാണിത്. ഇന്നവൾക്ക് താറുമില്ല, ഉന്നോവയുമില്ല, ഒരു കുന്തവുമില്ല. ഇവിടെയുള്ളതെല്ലാം കെട്ടിപ്പിടിച്ച് വെച്ച് സ്വന്തമായിട്ട് അടക്കി ഭരിച്ച ആളാണ്. ഇപ്പോൾ അവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നതെന്ന് ആർക്കറിയാം?
എന്തായാലും ഒരു കാര്യം അറിയാം, ഒരു സുഖവുമില്ലാത്ത ജീവിതമായിരിക്കും. എൻ്റെ ഇക്കാക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദം തീരുന്നതോടെ തുടങ്ങും അവളെ കണ്ടകശനി. തെണ്ടി തിരിഞ്ഞ് ഒരു നാൾ നമുക്ക് മുന്നിൽ അവൾ വന്നു നിൽക്കും. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ആ കാഴ്ച കാണാനായിട്ടാണ് ഞാനീ കാത്തിരിക്കുന്നത്. വല്ലാത്തൊരു ആനന്ദത്തോടെയാണ് ഫാസിൽ അത് പറഞ്ഞത്. അപ്പോഴാ ചുണ്ടുകളിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. സെഫീനയെക്കുറിച്ച് ഓരോ പ്രാവശ്യം പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെയും കാരണമില്ലാതെ ഒരാദി ആലിയുടെ നെഞ്ചിൽ ഉടലെടുത്തു തുടങ്ങി. അപ്പോഴൊക്കെയും തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഫൈസിയുടെ മുഖം മുന്നിൽ തെളിഞ്ഞു വരുന്നത് കാണവേ കണ്ണുകൾ ഉറക്കെ പൂട്ടി. സെഫീന തിരിച്ചു വരുമോ? വന്നാൽ ഈ മക്കളെ തിരികെ ചോദിക്കുമോ? ആ മനുഷ്യനിൽ വീണ്ടും അധികാരം നേടാൻ ശ്രമിക്കുമോ? ഉള്ളിൽ ഉടലെടുക്കുന്ന പലവിധ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമില്ലാതെ കുഴഞ്ഞു പോയവൾ, ഉള്ളമാകെ ഒരു നീറ്റൽ പരക്കുന്നതറിഞ്ഞവൾ നിറയുന്ന കണ്ണുകൾ അമർത്തി തടവി തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് പൊടിമോനെയാണ്. അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവളിൽ ഒരു സന്തോഷം നിറഞ്ഞു. പക്ഷെ അവനപ്പോൾ തന്നെ ഓടി വന്ന് ഫാസിലായെ ചുറ്റിപ്പിടിച്ചു. ആഹാ, ഇതിപ്പോൾ എണീറ്റോ? കുറച്ചുകൂടി കിടന്നുറങ്ങിക്കൂടെയെന്നോ എൻ്റെ പൊടിമോനെ? രാത്രി കരഞ്ഞു വിളിച്ച് കിടന്നതല്ലേ എൻ്റെ ചെക്ക? അവളവനെ പൊക്കിയെടുത്ത് കൊഞ്ചലോടെ ചോദിച്ചു. അവനെപ്പോഴും ആലിയിൽ തന്നെ നോട്ടമെറിഞ്ഞുകൊണ്ട് ഫാസിലയുടെ തോളിലേക്ക് ചാഞ്ഞു. ഇന്നലെ ഈ ആലിയുമ്മയാ പൊടിമോനെ തോളിലിട്ടുറക്കിയത്. മോനെ അറിഞ്ഞോ വല്ലതും? അവൻ്റെ മുഖം തൻ്റെ മുഖത്തേക്ക് തിരിച്ചുകൊണ്ട് ഫാസില ചോദിച്ചു. ഇല്ലെന്നവൻ തല വെട്ടി കാണിച്ചു. മാമി ഇന്നങ്ങ് പോവും. ഇനി ആലിയുമ്മയാ നിങ്ങളെ നോക്കുന്നത്. നല്ല മക്കളായിട്ട് ആലിയുമ്മയോടൊപ്പം ഇവിടെ കഴിയണം കേട്ടോ. ഇല്ല, പൊടിമോനെ കൊഞ്ചിച്ച് പറഞ്ഞതിന് പുറകെ തന്നെ ഇല്ലെന്നുള്ള അവൻ്റെ മറുപടിയും പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. നിങ്ങൾ വാപ്പാക്കും മക്കൾക്കും അവളെ വേണ്ടെങ്കിൽ പിന്നെ അവളെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞാൻ പോകുമ്പോൾ അവളെ കൂടി കൊണ്ടുപോയിക്കോളാം. കുറവോടെ പറഞ്ഞുകൊണ്ടവൾ മുഖം തിരിക്കുമ്പോൾ പൊടിമോൻ വേഗം തിരിഞ്ഞ് ആലിയെ നോക്കി. വേണ്ട, കൊണ്ടുപോണ്ട, ഞാൻ മിണ്ടാം. പെട്ടെന്ന് തന്നെ ഫാസിലയുടെ നേരെ മുഖം തിരിച്ചു പിടിച്ച് അവനത് പറയുമ്പോൾ ഫാസിലയേക്കാൾ സന്തോഷമായിരുന്നു ആലിയുടെ മനസ്സിൽ. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ആലിയെ നോക്കുക പോലും ചെയ്യാതെ ഫാസിലയുടെ കയ്യിൽ നിന്നും ഹാളിലേക്കോടി. ആലി, അവർ ചെറിയ മക്കളല്ലേ, നിന്നെ ഉൾക്കൊള്ളാൻ സമയമെടുക്കും. നീ നിരാശപ്പെടല്ലോ. അവർ നിന്നോട് അടുക്കാത്തതോർത്ത് സങ്കടം വരരുത് നിനക്ക്. ഇത്ര നാളും എനിക്ക് അവരെക്കുറിച്ചായിരുന്നു ആദി. ഇന്നാ കൂട്ടത്തിൽ നീയുമുണ്ട്. ആലിയുടെ കരം കവർന്നുകൊണ്ട് ഫാസില പറഞ്ഞു. അവരുടെ കാര്യം ഓർത്ത് ഇത്താത്ത ഒട്ടും വിഷമിക്കണ്ട. അവരെയൊക്കെ ഞാൻ ഇണക്കിയെടുത്തോളാം. പിന്നെ എൻ്റെ കാര്യം അതോർത്ത് ഒട്ടും സങ്കടമാവണ്ട ഫാസിത്ത. എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പഠിച്ചവളല്ലേ ഈ ഞാൻ. എനിക്കും ഈ മക്കളുടെ അവസ്ഥ ഓർത്ത് തന്നെയാണ് സങ്കടം, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള വിഷമം എനിക്കില്ല. ഫാസിത്ത സന്തോഷമായിട്ടിരിക്കെ ഒരു പുഞ്ചിരിയോടെ പറയുന്നവളെ അതീവ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു ഫാസില. അന്ന് വൈകുന്നേരം റഫീഖ് വന്ന് ഫാസിലയെ കൊണ്ടുപോവാൻ വന്നു. ഫാസില പോകാൻ റെഡിയാവുന്നത് കണ്ടതേ ആലിക്ക് വെപ്രാളമായി. ഫാസിത്ത പോയാൽ പിന്നെ താൻ തനിച്ചാവില്ലേ? ഒരു ദിവസം കൂടി നിന്നിട്ട് പോകാം ഇത്ത. കുട്ടികളെപ്പോലെ കെഞ്ചി പുറകെ നടക്കുന്നവളെ കണ്ട് അറിയാതെ ചിരിച്ചു പോയി ഫാസില. നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ആലി. പക്ഷെ അവിടെ ഇക്കാൻ്റെ ഉമ്മയെ നോക്കാൻ ആളില്ലടി. വന്നവരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് പോയി മടുത്ത്. ഇക്കാൻ്റെ ഉമ്മ കിടപ്പല്ലേടാ. എല്ലാവർക്കും വന്ന് ക്ഷമയോടെ നോക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ സ്ഥിരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് എനിക്കതൊക്കെ ശീലമായി. ആലിയുടെ കവിളിൽ കൈ ചേർത്ത് ഫാസില. പിന്നെ ഞാൻ അത് മാത്രമല്ല, ഞാനങ്ങ് പോയാലും നീ ഒന്ന് ഉഷാറായി വരൂ. എൻ്റെ ഇക്കാക്കാനോട് പോയി മിണ്ടണം കേട്ടോ. ആൾക്ക് നിന്നോട് അടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നീ വിട്ടുകൊടുക്കല്ലേ. നീ ഒന്ന് അങ്ങോട്ട് ചെന്ന് മിണ്ടടി പെണ്ണെ. ഒരു എണ്ണത്തിൽ കളിയോടെ ഫാസില പറയുമ്പോൾ കണ്ണുകൾ തുറിച്ച് പേടിയോടെ മുഖം തിരിച്ചാലി. എനിക്കറിയാം എൻ്റെ ഇക്കാക്കയേക്കാളും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നത് നീയാണെന്ന്. സാരമില്ല, എല്ലാം ശരിയാവും. ഇല്ലേ നമ്മൾ ശരിയാക്കിയെടുക്കും. ആലിയെ തിരിച്ചു നിർത്തി ഫാസില വീണ്ടും പറയുമ്പോൾ ഉള്ളിലൊരു ആളലുയർന്നു ആലിക്ക്. ഫാസിലയുടെ കൈകളെടുത്തു മാറ്റി ആലി തിരിഞ്ഞു നടക്കുമ്പോഴാണ് അവിടേക്ക് ഫൈസി വരുന്ന അവൾ കണ്ടത്. ഫൈസിക്ക് നടന്നു പോകാനുള്ള സ്ഥലം കൊടുത്തുകൊണ്ടവൾ മുഖം കുനിച്ച് മുന്നോട്ട് നടന്നു. നീ ഇറങ്ങാറായോ ഫാസി? ഇതേ ഇപ്പോൾ ഇറങ്ങും. നിങ്ങൾ വരുന്നുണ്ടോ ഇക്കാക്ക? വരുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോവാം. എന്നിട്ട് നാളെ വരാം. ഇന്നിവിടെ കിടക്കാം. നാളെ തിരിച്ചു വരുമ്പോൾ മിസ് മോളുടെ സ്കൂളിൽ നിന്ന് അവളുടെ TC കൂടി വാങ്ങാം. ചോദിച്ചു കൊണ്ടവൾ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് വരണോ? മറ്റൊരു ദിവസം വന്നാൽ പോരെ? താല്പര്യമില്ലാതെ ഫൈസ ചോദിച്ചു.
നിങ്ങളും വാ ഇക്കാക്ക, എന്തായാലും നിങ്ങളങ്ങോട്ട് വരാനുള്ളതല്ലേ, ഇന്ന് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഞാൻ പോയി അവരോടൊക്കെ റെഡിയാവാൻ പറയട്ടെ. തീർപ്പോടെ പറഞ്ഞുകൊണ്ട് ഫാസില ആലിയയെ വിളിച്ച് റെഡിയാവാൻ പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് റെഡിയായി ഇറങ്ങി. ഫാസിലയും മക്കളും ആലിയയും ഫൈസിയും മക്കളുമെല്ലാം ഫാസിലയുടെ കൂടെ അവരുടെ കാറിൽ കയറി. ഫൈസിയും വാപ്പായും ഇന്നോവയിലും കയറാൻ തുടങ്ങുമ്പോഴാണ് ഫൈസിയുടെ ഫോണിൽ ഒരു കോൾ വന്നത്. പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് നോക്കുമ്പോൾ SI ജോബി മാത്യു ആണ്. ആരാ ഫൈസി? ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് ഫൈസിയുടെ മുഖഭാവം മാറിയത് കണ്ട് റഫീഖ് ചോദിച്ചു. ഫാസിലയുടെ മുഖത്തും ആരാണെന്നറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞു. സ്റ്റേഷനിൽ നിന്നും SI സാറാണ്, എന്നോടൊന്ന് അവിടേക്ക് ചെല്ലാൻ. നിങ്ങൾ പോയിക്കോ, ഞാനൊന്ന് സ്റ്റേഷനിൽ കയറിയിട്ട് വരാം. റഫീഖിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാന വാക്ക് പറയുമ്പോൾ ഫൈസിയുടെ നോട്ടം ചെന്ന് നിന്നത് ആലിയുടെ മുഖത്തേക്കായിരുന്നു. സ്റ്റേഷനിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ അവൻ്റെ ഭാഗത്ത് പോലും നോക്കാതെ ഇരുന്നവൾ ആ നിമിഷം അറിയാതെ നോക്കിപ്പോയി. ആലി വിറയലോടെ അവനിൽ നിന്നും കണ്ണുകളെ പറിച്ചു മാറ്റി. ഫൈസി മറ്റുള്ളവരെയും നോക്കിക്കൊണ്ടുപോകാൻ കൈകാണിച്ചു തലയൊന്ന് കുലുക്കിക്കൊണ്ട് ഇന്നോവയിലേക്ക് കയറി. ഇനി ആ പിശാചെങ്ങാനും തിരിച്ചു വന്നോ പഠിച്ചോനെ. തെണ്ടി തിരിഞ്ഞ് നമ്മുടെ കൺമുന്നിൽ തന്നെ വരുമെന്നും കാണണമെന്നും പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഫാസില ആരോടൊന്നില്ലാതെ അത് പറയുമ്പോൾ സെഫീന തിരിച്ചു വന്നതാകുമോ എന്നുള്ള ചിന്തയിൽ ഉള്ളിലൊരു കുഞ്ഞു കനലെരിഞ്ഞു തുടങ്ങിയതുപോലെ തോന്നി ആലിക്ക്. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.